അതായത് ആഗോള താപനത്തിന് ഒരു പ്രതിവിധിയായിട്ട് നമ്മളുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാ വർഷവും എൻ്റെ മരം പദ്ധതി നടപ്പിൽ വരുത്തുകയും അത് നല്ല രീതിയിൽ നമ്മളുടെ സ്കൂള് കുട്ടികളുടെ കുരുന്നു മനസ്സിൽ അത് നല്ല രീതിയിൽ കൊണ്ടുവരാനും തൻ്റെ ചുറ്റു പരിസ്ഥിതിയിൽ മരം നട്ടു വളർത്താനുള്ള ഒരു പ്രേരണ. അതായത് ഈ ടൗണിന് ഒരു തണലായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ പ്രകൃതിയോട് ഒരു ലെവലേശം പോലും സ്നേഹമില്ലാത്ത കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ PTA-ക്കും വേണ്ടിയിട്ട് പരിസ്ഥിതി ക്ലബിൻ്റെ പ്രതിഷേധം ഇതോടൊപ്പം അറിയിച്ചുകൊള്ളുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി പരിപാലനത്തിനായി ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയിൽ എന്നാലാവുന്നത് ഞാൻ ചെയ്യുമെന്നും പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും പരിസ്ഥിതിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം അതിനെതിരെ ശക്തിയായി പ്രതികരിക്കുകയും മറ്റുള്ളവരെ ഉത്ബുദ്ധരാക്കുമെന്നും പ്രതിജ്ഞ. സാമൂഹിക ദ്രോഹികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണം. ഇതൊരു മാതൃകാപരമായ ശിക്ഷണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി ശക്തമായ പ്രതിഷേധവും ആവശ്യപ്പെടുന്നു. ഇത്തരം മരങ്ങൾ നശിപ്പിക്കുന്ന പ്രവണത ആരുടെ ഭാഗത്തുനിന്നായാലും അത് എതിർക്കേണ്ടതാണ്. ഇത്തരം സാമൂഹിക ദ്രോഹികളെ ഒറ്റ വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാവിധ സഹായവും ഇത്തരം പ്രതികളെ പിടിക്കുന്നതിലും അവർക്കെതിരെ ചുമത്തിക്കൊണ്ട് അവരെ ജയിൽ ശിക്ഷ വരെ കൊടുക്കുന്ന ഒരു അത്രയും മാരകമായ രീതിയിലുള്ള കുറ്റമാണ് പറയാറുള്ളത്. മരത്തിൽ പച്ചുകൂടലില്ല ആർന്നെല്ലാം താലോട്ട് വലിച്ചെല്ലാം കൊണ്ടാണ് ആൾക്കാരെ മരത്തിലുണ്ട്.